വാക്യങ്ങളെ നമുക്ക് ആശയത്തിൻ്റെ സ്വഭാവമനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. അപ്പോൾ വാക്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അർത്ഥമനുസരിച്ചിട്ട് നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയായിരുന്നു? നിർദ്ദേശക, ആഭിലാഷിക, അനിയോഗിക, വ്യാക്ഷേപക. ഇനി ആശയ സ്വഭാവം അനുസരിച്ചിട്ട് വാക്യങ്ങൾ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ആശയ സ്വഭാവമാണ് 1 ചൂർണിക, 2 സങ്കീർണം, 3 മഹാവാക്യം. ചൂർണിക, സങ്കീർണം, മഹാവാക്യം. ഇനി ഇത് തിരിച്ചിരിക്കുന്നത് അംഗം, അങ്കി എന്ന് പറയുന്ന എന്നിവയുടെ അടിസ്ഥാനങ്ങളിലാണ്. അംഗം, അങ്കി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അങ്കി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാക്കാണ് അങ്കി. അംഗം, ഒരു ഗ്രൂപ്പിൽ അംഗമാവുന്ന അയാൾ പ്രധാനപ്പെട്ട ആളല്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അംഗം എന്താണ്? അപ്രധാനപ്പെട്ട ആളാണ് അംഗം. അങ്കി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളാണ്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 3ആയിട്ട് തിരിച്ചത്. 1 ചൂർണിക. ചൂർണിക എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ് ചൂർണിക. സിമ്പിൾ സെൻറ്റൻസ് ആണ് ചൂർണിക, അതായത് കേവലവാക്യം. കേവലം ഒരു ആശയത്തെ കുറിക്കുന്ന വാക്യമാണ് ചൂർണിക. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് ചൂർണിക. അത് കേവലവാക്യം എന്ന് അറിയപ്പെടുന്നു. കേവലം ഒരു ആശയത്തെ കുറിക്കുന്നതാണ് ചൂർണിക. ഇതിലെന്തുണ്ടാവില്ല? അപ്രധാനമായിട്ടുള്ള വാക്കുകളായ അംഗവാക്കുകൾ ഇതിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊരു കർത്താവും ഒരു പൂർണ്ണക്രിയയുമാണ് ഉണ്ടാവുക. ഒരു കർത്താവും ഒരു പൂർണ്ണക്രിയയുമാണ് ഇവിടെ ഉണ്ടാവുക. കേവലം ഒരു ആശയത്തെ കുറിക്കുന്നു. അംഗമില്ല, അങ്കിയുണ്ട്. ഇനി ഒരു കർത്താവും ഒരു പൂർണ്ണക്രിയയും ഇതിലുണ്ടാവും. ഇനി ഇതിനുദാഹരണം പറയുകയാണെങ്കിൽ കാളിദാസൻ ശകുന്തളം രചിച്ചു അല്ലെങ്കിൽ കിളിച്ചിലച്ചു എന്ന് പറയുന്ന സിമ്പിൾ സെൻറ്റൻസുകളൊക്കെ എന്താണ്? ചൂർണികയാണ്. ഇനി സങ്കീർണം എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്, അതായത് മിശ്രവാക്യം. മിശ്രവാക്യം എന്ന് പറഞ്ഞാൽ ഒരു അങ്കിവാക്യം ഉണ്ടാവും, ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളോ ഉണ്ടാവും. ഓക്കെ, ഒരു അങ്കിവാക്യം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാക്യം ഉണ്ടാവും. ഒരു പ്രധാനപ്പെട്ട വാക്യമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും, അതായത് അപ്രധാനമായിട്ടുള്ള ഒന്നോ അതിലധികമോ വാക്യങ്ങളുണ്ടാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴ പെയ്തിട്ടും ഉഷ്ണം ശമിച്ചില്ല. അപ്പോൾ മഴ പെയ്തിട്ടും എന്താണ്? ഒരു അപ്രധാന വാക്കാണ്, അതൊരു അംഗവാക്യമാണ്. ഇനി ഉഷ്ണം ശമിച്ചില്ല എന്ന് പറയുന്നത് എന്താണ്? അങ്കിവാക്യമാണ്. അതേപോലെ മഴ പെയ്തിട്ടും കാറ്റു വീശിയിട്ടും ഉഷ്ണം ശമിച്ചില്ല, അവിടെ പറയുമ്പോൾ 2 അംഗവാക്യങ്ങളുണ്ട്, ഒരു അങ്കിവാക്യമുണ്ട്. ഇപ്പോൾ സങ്കീർണം അല്ലെങ്കിൽ മിശ്രവാക്യം അല്ലെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അങ്കിവാക്യവും മറ്റുള്ള ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉണ്ടാവും. ഇനി 3ആമത്തേത് മഹാവാക്യം. മഹാവാക്യം അല്ലെങ്കിൽ യൗകികം അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. മഹാവാക്യം, യൗകികം. സങ്കീർണകം പറയുകയാണെങ്കിൽ അത് മിശ്രവാക്യമാണ്. മഹാവാക്യം യൗകികമാണ്. ഇതിൽ ഒന്നിൽ കൂടുതൽ അങ്കിവാക്യങ്ങളുണ്ടാവും. മഹാവാക്യത്തിൽ ഒന്നിൽ കൂടുതൽ അങ്കിവാക്യങ്ങൾ ഉണ്ടാകും. തുല്യ പ്രാധാന്യമുള്ള അങ്കിവാക്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മഹാവാക്യത്തിൽ എന്താണ്? അങ്കിവാക്യങ്ങൾ, തുല്യ പ്രാധാന്യമുള്ള അങ്കിവാക്യങ്ങൾ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ അങ്കിവാക്യങ്ങളായിരിക്കും. ഇതിലെന്തുണ്ടാവില്ല? അംഗവാക്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മഴ പെയ്യുകയും ഉഷ്ണം ശമിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു മഹാവാക്യമാണ്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഉണ്ട്. ചൂർണിക അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ കേവലവാക്യം. പിന്നെ സങ്കീർണകം, മിശ്രവാക്യം, കോംപ്ലക്സ്. പിന്നെ പറഞ്ഞത് മഹാവാക്യം, യൗകികം, കോമ്പൗണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അംഗം, അങ്കി എന്ന് പറയുന്നത് വാക്യങ്ങളുടെ രൂപം അനുസരിച്ചിട്ട് 2 തരത്തിൽ തിരിച്ചതാണ്. രൂപം അനുസരിച്ചിട്ടാണ് നമ്മൾ അംഗം, അങ്കിയായിട്ട് തിരിച്ചത്, വാക്യങ്ങളുടെ രൂപം. അപ്പോൾ അങ്കിവാക്യം നമ്മൾ പറഞ്ഞു, അത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ് അങ്കിവാക്യം. സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം. ഓർ പൂർണ്ണവാക്യമാണ് അങ്കിവാക്യം. അപ്പോൾ സ്വതന്ത്രമായി നിൽക്കുന്ന വാക്യമാണ് അല്ലെങ്കിൽ പൂർണ്ണവാക്യമാണ് അങ്കിവാക്യം. അതിലൊരു കർത്താവും ഒരു പൂർണ്ണക്രിയയും അങ്കിവാക്യത്തിലുണ്ടാവും. അപ്പോൾ അങ്കിവാക്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതൊരു പൂർണ്ണവാക്യമാണ്. അതിലെന്തുണ്ടാവും? ഒരു കർത്താവും അതേപോലെ പൂർണ്ണക്രിയയും ഉണ്ടാകും. ഇനി അംഗവാക്യം എന്ന് പറയുമ്പോൾ ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, അതായത് അപ്രധാന വാക്യമാണ്. അതിൻ്റെ ആശയം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യണം? മറ്റൊരു വാക്യത്തിൻ്റെ ആശ്രയിച്ച് നിൽക്കണം.
ഇതൊരു അപൂർണ ക്രിയയാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയുമ്പോൾ അമ്മ ഉപദേശിച്ചിട്ടും അത് ഒരു അംഗവാക്യമാണ്. അമ്മ ഉപദേശിച്ചിട്ടും എന്ന് പറയുന്നത് അംഗവാക്യമാണ്. ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്നത് ഒരു അങ്കിവാക്യമാണ്. അപ്പോൾ ഇതാണ് വാക്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. ആദ്യം നമ്മൾ അർത്ഥമനുസരിച്ച് തിരിച്ചു, പിന്നീട് നമ്മൾ ആശയം അനുസരിച്ചിട്ട് തിരിച്ചു, പിന്നീട് രൂപം അനുസരിച്ചിട്ടും ഉണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ അങ്കിയും അംഗവുമാണ്.